ഞങ്ങളുടെ നാടകം ഇവിടെ ആരംഭിക്കുന്നു. സ്നേഹക്കൂട്. പച്ചത്തവള കഞ്ഞിപ്പുരയിൽ ചാടിക്കളിച്ചു, അത് ചാടിക്കളിച്ചു. തേങ്ങ ചിരവ ചിരവ കയ്യിലായി, പപ്പടം കൂട്ടി കഞ്ഞി കുടിക്കാം. കുട്ടകത്തില് കഞ്ഞിയുണ്ടാക്കി, ചെമ്പിൽ ഉപ്പുമിട്ടു. ഇനി കഞ്ഞി വയ്ക്കാം, കഞ്ഞി വയ്ക്കാം. ഇനി കഞ്ഞി വയ്ക്കാം, കഞ്ഞി വയ്ക്കാം. അതിലുപ്പു കൂട്ടാം, കൂട്ടാം കൂട്ടാം. തേങ്ങ ചേർക്കാം, പാല് മൊഴിക്കാം. അത് കൂട്ടാൻ കഞ്ഞി, തേങ്ങ കഞ്ഞി, പാൽ കഞ്ഞി, പഴം കഞ്ഞി. കഞ്ഞി കഞ്ഞി കഞ്ഞിപ്പുര, ഇത് കഞ്ഞി കഞ്ഞി കഞ്ഞിപ്പുര. ദൈവമേ, ഈ നാശം പിടിച്ച പെണ്ണ് നേരം വെളുക്കുമ്പോഴേ തെണ്ടാൻ ഇറങ്ങും. ഓല മെണഞ്ഞും കയറ് പിരിച്ചും നടു ഒടിഞ്ഞു. വയ്യ, തീർത്തും വയ്യ. ഈ നരുന്തിനൊക്കെ എന്റെ തലയിലേപ്പിച്ചിട്ട് അവളുടെ അപ്പനും അമ്മയും അങ്ങ് പോയി. ഇത് എന്നതാ എന്റെ ത്രേസ്യടുത്തി, രാവിലെ തന്നെ ഒച്ചപ്പാട് തുടങ്ങിയോ? ദേ ആമിന, എന്റെ വാലിരിക്കണമെന്ന് കേൾക്കാൻ നിക്കണ്ടാട്ടോ നീയാ. പാടത്ത് പൈനെ കെട്ടാൻ വന്നാണെങ്കി അതും കഴിഞ്ഞിട്ടങ്ങ് പോയാട്ടെ. പിണങ്ങൽ അമ്മക്കുട്ടി, അവളെന്തിയ സോഫിയ? 2 ദിവസമായിട്ട് സ്കൂളിലൊന്നും കണ്ടില്ലല്ലോ. ഓ എത്തിയോ? അതാ ഇപ്പൊ കാര്യായേ. നിനക്കല്ലേ വലിയ വാല്, നീ എന്നോട് മിണ്ടണ്ട. ഓ ആയിക്കോട്ടെ, ദാണ്ട കിടക്കണ 2 എണ്ണം, അടയും ചക്കരയും. എന്നാ കണ്ടാലോ, കീരിയും പാമ്പും. എന്റെ തമ്പുരാനെ, എടി സോഫിയെ, നട്ട് രാവിലെ നീ എവിടെ തെണ്ടാൻ പോയതാ? ഓ ഈ അമ്മാമ, നീ ഇങ്ങ് വാമിന. കാലം പോയ കാലം, എനിക്ക് ഒന്നും അറിയാൻ പാടില്ലേ? എടി ആമിന, നീ എന്നെയൊന്ന് പിടിച്ചേടി. എന്നെയും കൂടെ കൂട്ട്. നീ വാടാ. എന്നെ എന്താരും കൂട്ടാത്തെ? നീ വാടാ കുഞ്ഞൂട്ടാ. നമുക്ക് കളിച്ചാലോ? ആ, എന്നാ പിന്നെ നീ എണ്ണ. ഞാനെണ്ണൂല, കുഞ്ഞൂട്ടൻ എണ്ണ. ഞാനെണ്ണൂല, നിങ്ങളെല്ലാരെങ്കിലും എണ്ണ. ഓ എന്നാ ഞാൻ തന്നെ എണ്ണാം. ഒളിച്ചാലും ഒളിച്ചില്ലേലും സാറ്റ്. എന്നതാ എന്റെ കബീസു? ഞാൻ ഒരു ഓല കൊണ്ട് ഇട്ടിട്ടുണ്ട്. വൈകുന്നേരം ആവുമ്പളേക്കും അതൊന്ന് മെടഞ്ഞെടുത്ത് വെച്ചേക്കണേ, ഒരു അത്യാവശ്യത്തിനാ. എനിക്ക് സമയം കിട്ടുമ്പോ ഞാൻ അങ്ങ് മെടഞ്ഞിട്ടേക്കാന്നേ. അതിരിക്കട്ടെ, ഈ നട്ടുവച്ച നേരത്ത് നീ ഇതെങ്ങോട്ടാ? അതൊരു കഥയാ, പോയേച്ച് വന്നിട്ട് പറയാം. 2 നരിന്തൾ ഇതിലൂടെയൊക്കെ ഉണ്ട്, ഒന്ന് നോക്കിയാക്കണേ. അത് പിന്നെ നീ പറയണോടി പെണ്ണേ. അന്നാ ഞാനങ്ങ് പോയേച്ച് വരാം. ആയിക്കോട്ടെ. ഇന്നത്തെ കളി അടിപൊളിയായിരുന്നു. അത് പോട്ടെ, നീ വാ ഇരിക്ക്, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് പോട്ടെ സോഫി, നിന്നെ 2 ദിവസം ഒന്നും സ്കൂളിൽ കണ്ടില്ലല്ലോ. അത് എനിക്ക് സുഖമില്ലായിരുന്നു. എന്ത് സുഖമില്ലെന്നോ? എന്നിട്ടാണോ നീ ആ ഓലക്കീർ മുഴുവനും വലിച്ചോണ്ട് പോയത് കണ്ടത്? സത്യം പറ, അനക്ക് എന്താ പറ്റിയേ? ഓ ഒന്നുമില്ല എന്റെ ആമിന. അത് വെറുതെ, അന്നെ ഞാൻ വിടുവോ? പറ. നിനക്കറിയില്ലേ എന്റെ അവസ്ഥ? അപ്പനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥ ജന്മം കൊണ്ടല്ലാതെ ഏതോ ദേ കൊണ്ട് മാത്രം എന്നെ നോക്കുന്നേ എന്റെ ആരോരുമല്ലാത്ത ഈ അമ്മാമ. എന്റെ പിന്നെ വിശേഷപ്പെട്ട കഥയല്ലേ, ഉപ്പയായിട്ട് പേരിന് പോലും ഉപകാരമില്ലാത്ത ബാപ്പ. നാട്ടുകൂട്ടങ്ങൾക്ക് ചിരിക്കാൻ, അല്ലാണ്ട് എന്താ? നീ ഒന്ന് പോടി, ഇതൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? സോഫി, ഇന്നിവിടെ മിണ്ടിക്കൊണ്ടിരുന്ന ഇന്ന് അത്താഴം തിന്നി മണ്ണ് വയറ് തിന്നോ? പോയി പാല് കൊടുത്തിട്ട് വാ. ഓ പോവാ എന്റെ അമ്മച്ചേ, ഇനി ഇവിടെ നിന്നാൽ സൂര്യം തരില്ല. നീ വാ അമിന. അസത്ത് നേരെ വൈകിട്ട് ആൾക്ക് പാല്
കുഞ്ഞൂട്ടനെയും കൂടി വിളിച്ചോ. കുഞ്ഞൂട്ടൻ കിടന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. 91 സങ്കീർത്തനം ചൊല്ലിക്കടിയേ. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തത്തിന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. മോളെ സോഫി, ഈ ലോകം വല്ലാത്തതാ. ദൈവത്തിന്റെ സംരക്ഷണം കൂടാണ്ട് നമുക്ക് ഒന്നും ആവൂല. പട്ടിണിയാണേലും സങ്കടമാണേലും പാപം ചെയ്യരുത് കുഞ്ഞെ, പാപം ചെയ്യരുത്. കേട്ടോ നീയ? ദാ നോക്ക്, ദൂരെ ദൂരെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങണെന്ന് കണ്ടില്ലേ നീയ? അതുപോലെ മിന്നിത്തിളങ്ങണം നിന്റെ മനസ്സ്. എല്ലാവർക്കും നന്മ മാത്രമേ നീ ചെയ്യുള്ളൂ. കേട്ടോ നീയ? വയ്യന്റെ അപ്പോ, വയസ്സായാലും വയ്യാണ്ടായാലും ആരുണ്ട് നമ്മളെ നോക്കാൻ? എന്തിനാണോ ഇങ്ങനൊരു ജീവിതം ഇവിടെ ജീവിക്കുന്നത്? എനിക്ക് വയ്യന്റെ അപ്പോ. ശങ്കരേട്ടാ, ഇതെന്താ പറ്റിയേ? ഇന്ന് വഴിയിലോട്ടൊന്നും കണ്ടില്ലാലോ. എന്റെ പാൽക്കാശ് തന്നാൽ ഞാനങ്ങ് പോയേക്കാവേ. ഇതാര്? നമ്മുടെ പൂമാറ്റക്കുട്ടിയും കൂടെ നമ്മുടെ ഉമ്മക്കുളിസും ഉണ്ടല്ലോ. ശങ്കരേട്ടാ, ഞാൻ ഉമ്മക്കലൊന്നും അല്ല കേട്ടോ. ഞാൻ പിണങ്ങും, എന്റെ പേര് മറന്ന. ഞാനേ ആമിനയാ, കുഞ്ഞാമിന. അപ്പോഴേക്കും പിണങ്ങിയോ നീ? ഇവളോ? ഇവള് പിണങ്ങാനോ? നല്ല കാര്യായി. എന്റെ ശുക്കൂരെ, എന്നെ നീ കാണിക്കണേ. ഞാൻ ഇവിടെ നിന്നാ ശരിയാവൂല, ഞാൻ പോവാ. അല്ലേലും ഇവനൊക്കെ ആര് പറഞ്ഞാ കേൾക്കാൻ എന്റെ ശങ്കരേട്ടാ. അല്ല, ഇന്നലെ എന്തായിരുന്നു പരിപാടി? അതെ, നാളെ ഒരു പ്രധാനപ്പെട്ട ദിവസമാ. അതിനൊരു സദ്യവട്ടം ഒരുക്കുന്നുണ്ടേ. സദ്യയോ? സദ്യക്കൊക്കെ നമ്മളെ വിളിക്കോ ആവോ? ഇതാര്? കുഞ്ഞൂട്ടനോ? ഔ, സദ്യയോ? എവിടെ എവിടെ? ഇവിടെയാ? എങ്കിൽ കുഞ്ഞൂട്ടനില്ലാതെ പറ്റില്ല കേട്ടോ. പപ്പടവും പഴവും പായസവും ഒക്കെ ചേർത്ത് ഒരു സദ്യ. ഔ, കേട്ടിട്ട് കൊതിയാവുന്നു. ഓ, ഒരു ആർത്തിപ്പണ്ടാരം. ഇപ്പൊ സദ്യ എന്നല്ല പറഞ്ഞേ, നാളെ ഒരു സദ്യ ഉണ്ടെന്നാ. ഇവൻ അല്ലേലും ഇങ്ങനെയാ. എവിടെ പോയാലും വയറിന്റെ കാര്യമാ മുൻപിൽ. നിങ്ങളുടെ വരെ മുൻപിൽ ഞാൻ ഇതാ പിൻവേ. അയ്യേ, അല്ല, നീ ഇങ്ങ് പോകുന്ന കാര്യം ഉമ്മ അറിഞ്ഞോടി? എന്റെ പഠിച്ചോനെ ഇല്ല കേട്ടോ. ഉമ്മ പഞ്ചായത്തിൽ പോയപ്പോ ഞാൻ ഇങ്ങ് പോകുന്നത് ഇപ്പൊ കിട്ടും. എടാ ശുക്കൂറെ, നീ ഇവിടെ തപ്പിക്കുത്തി നിൽക്കാണ്ട് വീട്ടിലേക്ക് പോയേ. നീ ഇവളുടെ കൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമല്ലായിരുന്നോ? ഇപ്പൊ ഞാനിവിടെ ഇരുന്നാണോ കുറ്റായേ? നിങ്ങൾ ഒന്ന് രണ്ട് പറഞ്ഞ് വഴക്കുണ്ടാക്കരുത് കേട്ടോ. അല്ല, നാളെ എന്താ ഇത്ര വിശേഷം? അത് ഉമ്മ, നിങ്ങൾ എന്താ പറയണേ? ഞാൻ എന്തു തെറ്റ് ചെയ്തെന്നാ? വേണ്ടട്ടോ, വല്ലാതെ എന്നെ തളർത്തി കളയരുത്. ഉരിച്ചാൻ വേരിൽ വെള്ളം നിറച്ച് കുടിച്ചിട്ടാ ഞാനും എന്റെ അമ്മാമ്മയും കുഞ്ഞോട്ടനും കഴിയുന്നേ. ഞങ്ങൾ മറ്റാരെയും ദ്രോഹിക്കൂലുമ്മ. ഉമ്മ, നിങ്ങൾ എന്താ അമ്മ പറയുന്നത്? സോഫിയ അവളല്ലേ ഉമ്മ ഇത്രയും നാളും എനിക്ക് എല്ലാം പറഞ്ഞു തന്നത്. എനിക്ക് അസുഖം വന്നപ്പോഴൊക്കെ ആരാ ഉമ്മ നോട്ട് എഴുതി തന്നത്? എനിക്ക് എല്ലാത്തിനും ഈ കുഞ്ഞൂട്ടൻ ഓടി വരുന്നില്ലേ? ഉമ്മ കണ്ടോ? നിങ്ങളെ കുട്ടികളെ ഉപദ്രവിക്കില്ലട്ടോ. വേണ്ട ശങ്കരേട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ഭൂമിയിൽ കണ്ണീര് മാത്ര എന്റെ ഭക്ഷണം. ഈ നിൽക്കണ ആമിനല്ലാണ്ട് വേറെ ആരും എന്നെ കൂട്ടത്തിൽ കൂട്ടാറില്ല. അല്ലേലും വലിയ വീട്ടിലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഈ അനാഥ പെണ്ണിന് എന്താ കാര്യം? എന്നാ സ്കൂളിൽ ഒന്നാമതായ അതിലും വലിയ കുറ്റം. എന്റെ ചങ്കിന് ജീവനുള്ളത്തോളം ഞാൻ കഞ്ചാവ് വിൽക്കാൻ പോവില്ല. ഇത് സത്യം. ഞാൻ കാല് പിടിക്കാം. ശങ്കരോ, ഇന്ന് നാട്ടുകൂട്ടം ഇവിടെ ആയോ? വീട്ടിൽ നിന്ന് പോന്നിട്ട് ഇവിടെ കാണാത്തോണ്ട് തിരക്കി അറിഞ്ഞതാ. എന്താടി
നിനക്കെതിരെ പാല് കൊടുക്കാറായിട്ടില്ലേ? എന്തിനാ മോളെ കരയുന്നേ? എന്ത് പറ്റി മോളെ? അമ്മയുടെ മക്കളെ കച്ചവടത്തിന് കാര്യം നാട്ടി പാട്ടായി, അതിന്റെ കള്ളക്കണ്ണീരാ. കബീസു, നീ എന്ത് വർത്താനായി പറയുന്നത്? ഇനി ഞാൻ പറയണോ? പാലിനൊപ്പം ഒരു പൊതി കഞ്ചാവ് ഫ്രീ ആണെന്ന് നാട്ടിലെങ്ങും പാട്ടാണല്ലോ. കബീസു, ആരോരുമില്ലേലും ഞാൻ എന്റെ മക്കളെ അന്തസ്സായിട്ടാ വളർത്തിയത്. പട്ടിണിയാണേലും മാനം വിറ്റും കഞ്ചാവ് വിറ്റും ഈ ത്രേസ്യ ഒരു പറ്റു പോലും എടുത്തിട്ടില്ല. ത്രേസ്യക്ക് ജീവിക്കണ്ട, ത്രേസ്യക്ക് ജീവിക്കണ്ടേ? കബീസ്, നിങ്ങൾ ഈ പറയുന്നൊന്നുമല്ല സത്യം. പൊതുവിറ്റ സോഫിയല, നിങ്ങളിപ്പോൾ ശുക്കൂറാ. ശങ്കരേട്ടാ, നിങ്ങൾ ഇവറ്റുകളുടെ കൂടെ കൂടി എന്റെ മോനെ കുറ്റം പറയാൻ നിൽക്കണ്ട. ആമിന, ഇനി എനിക്ക് മതിയായില്ലേ? ഇവറ്റുകളെല്ലാരും കൂടി നമ്മുടെ ശുക്കൂറിനെ കള്ളം പറയിപ്പിക്കാൻ നോക്കണത് നീ കാണുന്നില്ലേ? സോഫിയ, എന്നാലും നീ എന്നോട് ഇത് വേണ്ടായിരുന്നു. ആമിന, നീയും. ഉമ്മ നിക്കുമ്മ, ഞാനൊന്ന് പറയട്ടെ. എന്താടാ? സോഫിയുടെ പാലുപാത്രത്തിൽ ആ പൊതി ഇട്ടത് ഞാനാ. ശുക്കൂറേ, നീയോ? വട്ടായോ നിനക്ക്? ഒരു ദിവസം റോട്ടിൽ വെച്ച് രണ്ട് ചേട്ടന്മാർ നിർബന്ധിച്ച് തന്നതാ എനിക്ക് ആ പൊതി. പേടിച്ചിട്ട് ഞാനാ അവരുടെ പാലുപാത്രത്തിൽ ആ പൊതി ഇട്ടത്. ശുക്കൂറേ, നീയോ? നിന്നെ ഞാൻ വെച്ചേക്കില്ല. കബീസു, മതി, അവൻ കുഞ്ഞല്ലേ. കബീസു, നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ കാക്കയ്ക്ക് താൻ കുഞ്ഞ് പൊൻകുഞ്ഞാണെന്ന്? മോനെ ശുക്കൂറേ, എന്റെ മോൻ ചെറുതാ, തീർത്തും ചെറുത്. ഇപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുന്നുണ്ടല്ലേ നിങ്ങൾ വലുതാകുമ്പോൾ വലിയ തെറ്റുകൾ ചെയ്യുന്നത്. ഞാൻ ചെയ്തത് തെറ്റാ, എന്നോട് ക്ഷമിക്കും മുത്തശ്ശി. കബീസു ഉമ്മ, നിങ്ങൾ പാവമാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കുട്ടികൾക്ക് അങ്ങനെ വേർതിരിവുകളൊന്നും ഇല്ലെന്നേ. സാരമില്ല കബീസുമ്മ, സങ്കടപ്പെടുകയൊന്നും വേണ്ടാട്ടോ. നമ്മളെല്ലാം ഒന്നല്ലേ? തെറ്റുകൾ ചെയ്യാത്തവരെ ആരാ ഉള്ളേ? അത് തിരുത്തുന്നതിനാ കാര്യം. ത്രേസ്യയെടുത്തി, ഞാൻ നിങ്ങളോട് പൊറുക്കാൻ വൈകിട്ട് തെറ്റാ ചെയ്തത്. എന്നിട്ട് എന്ത് സ്നേഹമായി മക്കൾക്ക് എന്നോട്? സ്നേഹമുള്ളവർക്ക് അങ്ങനെ എങ്ങനെയൊന്നും പിണങ്ങാൻ പറ്റില്ലാന്നേ. അന്ന് നാളത്തെ സ്ഥലത്ത് ഇന്നത്തേക്ക് ആക്കിയാലോ? നമ്മുടെ സദ്യവട്ടം റെഡി. നാടകം സ്നേഹക്കൂട്. ജീവിതം ഒരു എഴുത്ത് പലകയാണ്. അതിൽ തെറ്റുകൾ വന്നാൽ മായ്ക്കാവുന്നതേയുള്ളൂ. കളിച്ചും ചിരിച്ചും കഥകൾ പറഞ്ഞും കൂട്ടുകൂടിയും നല്ലൊരു സദ്യ പോലെ തീർക്കാവുന്നതേയുള്ളൂ ഈ കൊച്ചു ജീവിതം. കൂട്ടുകാരെ, നമുക്ക് കൂട്ടുകൂടാം. അങ്ങനെ നല്ല സ്നേഹക്കൂട് നെയ്തെടുക്കാം. നമ്മളെല്ലാം ഒന്നല്ലേ?